കാർത്തിക പ്രദീപിന് കൊട്ടേഷൻ ബന്ധമുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് പണം നഷ്ടമായവരെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു. കാർത്തികയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഈ കേസുമായി ബന്ധപ്പെട്ട് കാർത്തികയ്ക്ക് കാപ്പ ചുമത്തിയിട്ടുള്ള പ്രതികളുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് ഈ പണം തട്ടിയെടുത്ത ആൾക്കാരിൽ നിന്നും പണം തിരിച്ചു ചോദിച്ചപ്പോൾ തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലായി അവർ തിരിച്ചു ചോദിച്ച സമയത്ത് കൊട്ടേഷൻ സംഘങ്ങളെ വിട്ട് ഭീഷണിപ്പെടുത്തുകയുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുക്കുന്നുണ്ട് പോലീസ്. ഈ കാർത്തികയുടെ ഫോൺ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ റിമാൻഡിലാണ് നിലവിൽ കാർത്തിക ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഉടനടി അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. കൂടുതൽ തെളിവ് ഇന്ന് ലഹരി സംഘവുമായുള്ള, അതായത് ലഹരിക്ക് വേണ്ടിയിട്ട് ഇവർ ഈ തട്ടിയെടുത്ത പണം ഉപയോഗിക്കുന്നുണ്ട്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ടും ലഹരി ഇടപാടുകൾ കാർത്തികയ്ക്കുണ്ട് എന്നൊരു വ്യക്തത കൂടി പോലീസിന് വന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇവരുടെ ഭർത്താവിനെ കൂടി ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യാനും ഒരുങ്ങുകയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതേസമയം അതിന് പിന്നാലെയാണ് ഈ ഒരു കൊട്ടേഷൻ ബന്ധം കൂടി, അതായത് കാപ്പ ചുമത്തിയിട്ടുള്ള ആളുകളുമായി ബന്ധം കൂടി ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമാകുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കേസ് കൂടുതൽ ബലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കൊച്ചിയിൽ നിന്ന് തന്നെ 30 ലക്ഷത്തിലധികം രൂപയാണ് കാർത്തിക പ്രദീപ് തട്ടിച്ചിട്ടുള്ളത്. ഈ UK-യിലും ജർമ്മനിയിലും ഒക്കെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് 3 കോടിയിലധികം രൂപ കാർത്തിക തട്ടിയെടുത്തിട്ടുള്ളതുമെന്നാണ് പോലീസ് വെളിപ്പെടുത്തൽ. ഇത് മാത്രമല്ല, ഇന്ന് അവരുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തായിട്ടുണ്ട്. ഇത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കേസിന്റെ അറസ്റ്റ് നടക്കുന്നതിന് മുൻപ് ഈ ആൾക്കാരുമായുള്ള സംഭാഷണമായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറ്റിച്ചാണ് ജീവിച്ചിട്ടുള്ളത്, എനിക്ക് പറ്റിച്ചു തന്നെയാണ് ജീവിച്ച ശീലവും എന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരത്തിൽ പണം ചോദിച്ച ആളുകളോട് ഉള്ള രൂക്ഷമായ പെരുമാറ്റമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് സോഷ്യൽ മീഡിയയിൽ ആ ഓഡിയോ സന്ദേശം ഇങ്ങനെ ചർച്ചയാകുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് കാർത്തികയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ടേക്ക് ഓഫ് ഓവർസീസ് കൺസൾട്ടൻസിയുടെ ഉടമയ്ക്ക് കൊട്ടേഷൻ ബന്ധവുമുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാർത്തിക പ്രദീപിന് കൊട്ടേഷൻ ബന്ധമുണ്ടെന്ന് പോലീസിന് തന്നെ വിവരം ലഭിച്ചിരിക്കുന്നു.